ഈ വംശത്തിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് മോശ ഒന്നും പറഞ്ഞിട്ടില്ല. മെൽക്കിസദേക്കിന്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതൻ പ്രത്യക്ഷനാകുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു. ഇവനോ ശാരീരിക ജനനക്രമമനുസരിച്ചല്ല, പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത്. എന്തെന്നാൽ നീ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നുവെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ട്. ആദ്യ കൽപ്പന സാധുവാക്കപ്പെട്ടത് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വവും കൊണ്ടാണ്. നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല. അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിന്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. ബാറക്കുമോ. ജനന സമയത്ത് ഇവ പ്രകാരം സംഭവിച്ചു.
വിശ്വസിച്ചു. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയായി ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഭാഗ്യമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. എല്ലാ നേരത്തും അർപ്പിക്കപ്പെടുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരണമേ. തന്റെ ശരീരം മുറിച്ച് ഭക്ഷണമായും രക്തം പകർന്നു പാനീയമായും ഞങ്ങൾക്ക് തരികയും സ്വർഗരാജ്യം ഞങ്ങൾക്ക് അവകാശമായി നൽകുകയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവന് വെളിവാകുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്ദതയാൽ എന്റെ അസംഖ്യങ്ങളായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്നതിനും എന്റെയും പാപങ്ങളും മായിച്ചവനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും ബോധമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിമഞ്ഞ അവരുടെ സ്ത്രീകളിൽ തെളിക്കണമേ. കർത്താവും മഹത്വനാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഇത്രമല്ലേ ഞങ്ങളുടെ സഹായത്തിന് നൽകണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ദൂരീകരിക്കണമേ.
ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായിട്ട് തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. മറിഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന നിന്റെ പുത്രന്റെ മുൻപാകെയും ആവാസത്താൽ ലോകത്തിന് പാപവിമോചനം നൽകിയ നിന്റെ പരിശുദ്ധ റൂഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഉദ്ഘോഷിക്കപ്പെടുകയും പരിശുദ്ധ ത്രിത്വം അധിവസിക്കുകയും ചെയ്യുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെയും ഈ ബലി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങളുടെ നിർമൂലനത്തിനും വിശ്വാസികളായ സകല മരിച്ചവരുടെയും ആശ്വാസത്തിനും നല്ല അനുസ്മരണയ്ക്കും പര്യാപ്തമായിട്ട് തീരണമേ. ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായി ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ജീവനായ പരിശുദ്ധ റൂഹാ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളായ സകലവരുടെയും ആത്മാക്കളിലും എന്നും എന്നേക്കും മനസ്സിലെ തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും സകലത്തെ
ശാശ്വതമായ ശാന്തിയും സമാധാനവും സ്നേഹവും നിരന്തരമായി നൽകണമേ. ഞങ്ങളുടെ രംഗത്തിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോൾ എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ആസ്വദിക്കണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ രംഗത്തിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മുഖാന്തരം പാപവികാരങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പുണ്യപ്രവൃത്തികളെ വ്യാപരിക്കുന്നതിനും ഈ ദീപരഹസ്യങ്ങൾ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളുടെ രംഗത്തിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തോടും വിശുദ്ധിയോടും സ്നേഹത്തോടും പ്രത്യക്ഷത്തോടും കൂടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയെ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ സകലത്തിന്റെ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടെ
അദൃശ്യമായ സംഘങ്ങളോടും സംഖ്യാതീതമായ നിരകളോടും ആധ്യാത്മികമായി ചേർന്നുകൊണ്ട് ശ്രോപ്പിൻ മാലാഖമാരെ പോലെ 3 പ്രാവശ്യം ഉച്ചത്തിൽ നിന്ന് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തിരുഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റയ്ക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. തന്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടരളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ, ഇതെന്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വെള്ളവും കലർത്തിയ കാസായെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി സ്തുതികരിച്ച് ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടരളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവേ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ ദിവ്യരഹസ്യങ്ങളിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എന്റെ മരണത്തെയും കപടകത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഓർമ്മിക്കുകയെന്ന് അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് സ്ത്രീകന്മാരോട് കൽപ്പിച്ചു. ഓരോരുവന്റെയും പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങളും ഞങ്ങൾക്ക് മറക്കാവതല്ല. ഇത് ഹേതുവായി നിന്റെ സഭയിൽ വിടവുകയും നിന്നോടും നീ മുഖാന്തരത്തിന്റെ പിതാവിനോടും വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ ദാസനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്
സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. എത്ര ദിവ്യവും ഭംഗിയുള്ളതുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, തിരു ശരീരത്തിലും തിരു രക്തത്തിലും പങ്കുള്ളത് ഞങ്ങൾ നിന്നോടുകൂടെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു വരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബസിലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബയ്ക്ക് വേണ്ടിയും നമ്മുടെ ഭദ്രാസനത്തിന്റെ മേൽപ്പെട്ടക്കാരൻ അബുൽ യോസേഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിശന്മാർ ശമാശന്മാർ ധാരാൾക്കാർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനും വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾക്കെതിരായി തിന്മ സംസാരിക്കുന്ന വേദവിപരീതികളെ നിശബ്ദരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ബോർഡ് പരീക്ഷയിൽ നരകത്തിലിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടം, ദരിദ്രരുടെ നിലവിളി, പീഡിതരുടെ ക്ലേശം, മർദ്ദിതരുടെ പ്രയാസങ്ങൾ, രോഗികളുടെ വേദന എന്നിവ നീ ഗവനിക്കാതെ മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ആധ്യാത്മികമായി നിന്റെ സഖിയോന് ചുറ്റും നടന്ന് നിന്റെ ഗോപുരങ്ങൾ എണ്ണുന്നവരെ ഭയപ്പെടുത്തിച്ച് തെളിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസന്നകർ ഏവങ്കേലിസ്തന്മാർ സഹദേവന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ.
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധർക്കായി കരുതിയിരിക്കുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസികളായ പരേതരെയും സദയം യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും സ്ലൈഹികവും മേഘവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ കാരുണ്യവാനായ നിന്റെ മക്കളും നിന്റെ ഏകജാതന്റെ സഹോദരങ്ങളുമാകുന്നതിനിടയാക്കി തീർത്ത് വിശുദ്ധ പിതാക്കന്മാരുടെ സംസർഗത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റി നിർത്തുകയോ ബഹിഷ്കരിക്കുകയോ അരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസത്തിൽ മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനവരെയും യോഗ്യരാക്കുവാനും നമ്മെമാരെയും സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ക്രിയയിലായിസോനെന്ന് ചൊല്ലണം. മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാതാളത്തിൽ നിന്ന് വിടുവിക്കുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യണമേ. ആ സമയത്തിന്റെ ഏകജാതന്റെ കൃപ അവർക്ക് സമൃദ്ധമായി ലഭിക്കുവാനിടയാകണമേ. അവൻ മുഖാന്തരം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരിൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടെ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടെ മനസ്സുകൂടാതെ ഞങ്ങളും അവർ ചെയ്തു പോലുള്ള പിഴകൾ ക്ഷമിക്കണമേ. ലഭ്യമാകുന്ന നവീകരണത്തോടുകൂടെ നിന്റെ സൗഭാഗ്യകരമായ രാജ്യത്തിലെ പരമാനന്ദത്തിന് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. സർവാദരണീയവും അസംപൂജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ എല്ലാവരിലും എന്ന പ്രകാരം ഈ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ.
കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം ഉച്ചത്തിൽ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും വചനങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന എല്ലാറ്റിനെയും വേഗത്തിൽ ഞങ്ങൾക്ക് ശുഭകരവും പ്രയോജനപ്രദവുമായിട്ട് മാറ്റിത്തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ സർവ്വവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും നിന്റെ സഭയിലും അജഗണത്തിലും ഇടവകയിലും ആവസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ.
Min molam,
ശരണത്താലെ നിൻ കൃപയിൽ ശബ്ദമുയർത്തി പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനും വേണ്ടി പരിപാലിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകിയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീരവും രക്തവും സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ ആസ്വദിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുദമ്പുരാന്റെ കൃപ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Thank you.
ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായിട്ട് തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ. തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ശാരീരിക ഭക്ഷണത്തിൽ ശീലിച്ച് ഞങ്ങളുടെ വായുകൾ കൃപാലുവായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്കനശ്വരമായ ഭക്ഷണമായി തീരുവാൻ ഇറങ്ങി വന്ന സ്വർഗീയപ്പമായ മിശിഹായെ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ കെടാത്ത അഗ്നിക്കിരയാകുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വർത്തുക ഞങ്ങളെ സർവേശ, കാക്കേണമേ സൃഷ്ടാവേ നീ, കാണിക്കണമേ ജീവവഴി, നാഥ ഞങ്ങളുടെ പാലകനെ, മഹിമാനായകനീശോയാ, സത്യവരന്തൻ മാതാവാ, നിർമ്മലകന്യക ഭാഗ്യവതി, മറിയം പ്രാർത്ഥനയർപ്പിക്കും. സഹോദരങ്ങളുടെ വാത്സല്യ ഭജനങ്ങളുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ ബലമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജീവനുള്ള സ്ലീവായ രക്ഷിതരും വിശുദ്ധ മാമോദീസയാൽ മുദ്രിതരുമേ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയുമായ ദാസനാണ് നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും ദയയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോവുകയും എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു.